ഒന്നുകൂടെ പറയാം. ആ, ഈ ടൂൾ ബോക്സ് സ്പ്ലിറ്റ് ഇങ്ങോട്ട് പറയാം. സ്പ്ലിറ്റ് ട്രിമ്മിനകത്ത് ഒരെണ്ണം കട്ടിംഗ് എലമെന്റും ഒരെണ്ണം കട്ടിംഗ് ടൂളുമാണ്. ഒരു എലമെന്റ് ഇത് അതിനങ്ങ് ഫില്ല് കൊടുത്തേക്കുവാണേ. സ്കെച്ച് പറഞ്ഞത്. ഓക്കെ, എനിക്ക് ഇത് ഈ ഒരു പ്ലേറ്റ്, ഈ ഒരു ഫേസിനെ ഈ ഒരു കേർവ്ഡ് ആയിട്ടുള്ള സർഫസ് കൊണ്ട് കട്ട് ചെയ്യണം. സ്പ്ലിറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ എലമെന്റ് ടു കട്ട് എന്താണ് കട്ട് ചെയ്യേണ്ടത്? ഇത് കട്ടിംഗ് എലമെന്റ്. ടൂൾ എന്താണ്? ഇത്. അപ്പോൾ എന്നിട്ട് ഈ പോർഷൻ നിൽക്കണമെങ്കിൽ ഇത് നിർത്താം. അതർ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിന്നിട്ട് ഇത് പോകും. ഇതൊക്കെ അങ്ങനെ. ഈ ബോത്ത് സൈഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിൽക്കും. ഇത്ര കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ദേ ഇങ്ങനെ കട്ട് ചെയ്തു. ഇതൊക്കെ അല്ലേ? ഇനി അടുത്ത കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യുക. എങ്ങനെ കാണിച്ചു തരാം. ഈ കേസിൽ ട്രിമ്മിനകത്ത് ട്രിം സെലക്ഷൻ ആയിട്ട് ഞാൻ ഇത് രണ്ടും പറഞ്ഞു കൊടുക്കുക. നോക്കി, ഇവിടെ നോക്കി, രണ്ടും കട്ടിംഗ് ടൂളായിട്ട് ആക്ട് ചെയ്യുക. സെൽഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യുക. എന്നിട്ട് അതർ സൈഡ്, നെക്സ്റ്റ് സൈഡ്, അതർ സൈഡ്, പ്രീവിയസ് എലമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈഡ് തമ്മിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ? അതാണ് ഡിഫറൻസ്. ഇനി നമുക്ക് ഒരു സ്കെച്ചിനെ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്പ്ലിറ്റ് തന്നെ വേണം കേട്ടോ. സ്പ്ലിറ്റ് ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സ്കെച്ച് ഒക്കെ ഉണ്ടെന്നിരിക്കട്ടെ. ഒരു സർഫസ് ഫില്ല് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു സർക്കിളോ എലിപ്റ്റിക്കലോ ലൈനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ. അതിനെ നമുക്കൊരു കട്ടിംഗ് ടൂളായിട്ട് ഉപയോഗിക്കാം. സ്പ്ലിറ്റിനകത്ത് എലമെന്റ് ടു കട്ടായിട്ട് ഇത്, കട്ടിംഗ് എലമെന്റ് ആയിട്ട് ഇത്. ഓക്കെ എടുത്തു കഴിഞ്ഞാൽ നോക്കി ഇങ്ങോട്ടെ. സി കണ്ടാ? ഇതാണ് സ്പ്ലിറ്റ് ട്രിം. ഓക്കെ അല്ലേ? ഇതിനും മ്യൂച്വലായിട്ട് കട്ട് ചെയ്യും, ഇതിനും മ്യൂച്വലായിട്ട് കട്ട് ചെയ്യില്ല. ഓരോ ടൂളാണ്, അത്രയുള്ള ഡിഫറൻസ്. ഇനി അടുത്ത ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ബൗണ്ടറി എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു സോളിഡ് ഫയൽ ഉണ്ട്. സേ ഒരു സ്റ്റെപ്പ് ഫയലോ IGS ഫയലോ അങ്ങനെ എന്തെങ്കിലും ഒരു സോളിഡ് ഫയൽ ഉണ്ടെന്ന് ഇരിക്കട്ടെ. ആ സോളിഡ് ഫയലിൽ നിന്ന് എനിക്ക് ഒരു സർഫസ് ജനറേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ തന്നെ ഒരു സോളിഡ് ഫയൽ അങ്ങ് വരയ്ക്കുകയാണേ.
എന്തോ എറർ വരുന്നു. നോക്കട്ടെ. കണക്ട് ആയിട്ടില്ല പ്രോപ്പറായിട്ട്. മിസ്റ്റേക്കുകൾ വരുന്ന രീതികൾ ഞാൻ അവിടെ കണക്ട് ആയെന്ന് ഓർത്ത് കണക്ട് ചെയ്യണ്ടേ. ഷാഫ്. ഓക്കെ, ഞാൻ ഇതിന് സർഫസിനകത്തേക്ക് വയർ ഫ്രെയിം ആൻഡ് സർഫസിനകത്ത് പോയിട്ട് ഇവിടെ ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൗണ്ടറി എടുത്തിട്ട് ഈ ഒരു ഔട്ടർ ഫേസ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. കീപ് ഓൾ എലമെന്റ്സ്, കീപ് ഓൾ സബ് എലമെന്റ്സ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഷാഫ്റ്റ് ഞാൻ ഹൈഡ് ചെയ്യുകയാണെ. ഇതിന്റെ സോറി സോറി, ബൗണ്ടറി എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ടർ എഡ്ജ് ആണ് കിട്ടുന്നത്. അർബേദ എക്സ്ട്രാക്ട് ആണ് അതിന്റെ ഇത് എടുക്കുന്നത്. ബൗണ്ടറി എന്ന് വെച്ചാൽ അതിന്റെ ബൗണ്ടറി കാണിച്ചു തരും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ബൗണ്ടറി എന്ന് വെച്ചാൽ ഈ ഒരു എഡ്ജും ഈ ഒരു എഡ്ജും അതിൽ നിന്നൊരു എഡ്ജ് എക്സ്ട്രാക്ട് ചെയ്ത് തരുവാണ് ബൗണ്ടറിയിൽ ചെയ്യുന്നത്. എഡ്ജ് അതിന്റെ ഒരു എഡ്ജ് തരുവാ ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ കിട്ടിയത് ഇതിന്റെ ഈ എഡ്ജാ. എക്സ്ട്രാക്ട് ടൂൾ ആണെങ്കിൽ ദി ഫേസ് സെലക്ട് ചെയ്തു ഓക്കെ കൊടുത്തു. നോക്കിയേ, അതിന്റെ ഒരു ഔട്ടർ സർഫസ് നമുക്ക് തന്നു. മനസ്സിലായോ ജോർജ് കുട്ടി? എക്സ്ട്രാക്റ്റിനകത്ത് ഒരു സോളിഡിന്റെ ഔട്ടർ സർഫസ് തരും. ബൗണ്ടറി ആണെങ്കിൽ അതിന്റെ എഡ്ജ് സെലക്ട് ചെയ്ത് തരും, അതിന്റെ എഡ്ജ് ജനറേറ്റ് ചെയ്ത് തരും. ഞാൻ വേറെ കാണിക്കാം. ഇതിപ്പം ഇപ്പൊ ഈ ഒരു സോൾഡ് ഞാൻ ബൗണ്ടറി സെലക്ട് ചെയ്തു, ഇതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് എന്താന്ന് വെച്ചാൽ അതിന്റെ ഒരു ബൗണ്ടറി കിട്ടി. കണ്ടോ, അതിന്റെ ഒരു ഔട്ടർ ബൗണ്ടറി. ഒരു സോളിഡിന്റെ ഫേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ സർഫസ് കിട്ടാൻ വേണ്ടിയാണ് എക്സ്ട്രാക്ട്. ഓക്കെ, അപ്പൊ അതാണ് ജോയിൻ ഹീല്, സ്പ്ലിറ്റ് ട്രിം, എക്സ്ട്രാക്ട് ബൗണ്ടറി. പിന്നെ വരുന്നത് ട്രാൻസ്ലേഷൻ ടൂൾസ്. ഇത് നമുക്ക് അറിയാവുന്ന സാധനം, നമ്മൾ ഓൾറെഡി സോളിഡിൽ പഠിച്ച അതേ സാധനങ്ങൾ തന്നെയാണ് ഇവിടെ. പാർട്ട് ഡിസൈനകത്ത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻസ് എന്നുണ്ട് പേര്. ട്രാൻസ്ഫോർമേഷൻസ് ഇനി ഇവിടുന്ന് കിട്ടില്ലെങ്കിൽ ഇവിടെ ഇൻസേർട്ടിൽ പോവാ. അവിടെ എല്ലാ ടൂൾസും ഉണ്ട് കേട്ടോ. ട്രാൻസ്ഫോർമേഷൻസ് വേണ്ട, ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, സിമിട്രി, ആക്സിസ് ടു ആക്സിസ്, ആ സെയിം സെറ്റ് ഓഫ് ടൂൾസ് ആണ് വയർ ഫ്രെയിം ആൻഡ് സർഫസ് ഡിസൈൻ്റെ അകത്ത് ഇവിടെ വരുന്നത്. ട്രാൻസ്ലേറ്റ്, അപ്ഡേറ്റ്, ഇത് ഓരോന്ന് കാണിക്കണം. സിമിട്രി, അഫിനിറ്റി, ആക്സിസ് ടു ആക്സിസ്, മോഷൻ. എന്തോ ഒരു ഡയറക്ഷനിലേക്ക് സ്കെയിൽ ചെയ്യാം. സ്കെയിലിനകത്ത് എക്സ് വൈ സെറ്റിൽ എല്ലാം സ്കെയിൽ ആവും. അഫിനിറ്റിക്കകത്ത് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് സ്കെയിൽ ചെയ്യാം. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു റേഷ്യോ ഉള്ളൂ. അഫിനിറ്റിക്കകത്ത് എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും ഇസഡ് ഡയറക്ഷനും പറയും. ആ ഡയറക്ഷനിലേക്ക് നമുക്ക് സ്കെയിൽ ചെയ്യാം. അതാണ് ഓക്കെ. അതിന്റെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അയച്ചിട്ടില്ല, ഞാൻ എല്ലാം അയക്കാൻ പറയാം. അത് ഈ പ്ലേലിസ്റ്റിൽ, അത് വേറെ പ്ലേലിസ്റ്റിൽ കിടക്കും. ഞാൻ അയക്കാൻ പറയാം കേട്ടോ. അയക്കാം, അങ്ങനെ അയക്കാം പറ്റും, എനിക്കറിയില്ല. ഞാൻ പ്ലേലിസ്റ്റ് മാത്രമായിട്ട് അയച്ചിട്ടില്ല, നോക്കാം. ആ ഓക്കെ, അങ്ങനെ അയക്കാം. ഇനി വരുന്നത് എക്സ്ട്രാപ്പുളേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള
എക്സ്ട്രാപ്പോളേറ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു സെക്ഷൻ ഒക്കെ ഉണ്ട്, അതെനിക്ക് ഒന്ന് വലുതാക്കണം. ഇപ്പൊ ഇത് കണ്ടോ, എനിക്ക് ഇവിടെ നിന്ന് ടാൻജന്റ് ആയിട്ടൊന്ന് വലുതാക്കണം. ബൗണ്ടറി ആയിട്ട് ഇത് എക്സ്ട്രാപ്പോളേറ്റഡ് ആയിട്ട് ഈ ഒരു സർഫസ് അതിൻ്റെ കൂടെ ലെങ്ത് പറഞ്ഞെടുക്കാം. കണ്ടോ? ആ, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ഓക്കെ, ആണ് എക്സ്ട്രാപ്ലേറ്റ്. അപ്പോൾ ഇതാണ് സർഫസിന്റെ ടൂൾസ് വരുന്നത്. ഉം, നമുക്ക് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് സർഫസ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും, കുറച്ച് നല്ല ഷേപ്പുകളൊക്കെ കിട്ടും.